ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡെയിലി ഓഫീസിൽ പോകുന്ന വഴിയൊന്ന് കണ്ടാലോ? ഇതാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. ദേ കണ്ടല്ലോ, ഇത്രയും മനോഹരമായ വഴിയിലൂടെയാണ് കേട്ടോ ഞാൻ ഡെയിലി പോകുന്നത്. ഞാൻ മാത്രമല്ല, എറണാകുളത്തേക്ക് ജോലിക്ക് വരുന്ന എല്ലാവരും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. 2 വർഷം മുമ്പ് വരെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ പലതും കാണുന്നില്ല. ഈ റോഡിന്റെ അവസ്ഥ കൊണ്ട് മിക്കവരും കട പൂട്ടേണ്ടി വന്നു. കഴിഞ്ഞ ഒരു ദിവസം ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടത് 250ഓളം കടകൾ ഈ ഭാഗത്ത് പൂട്ടിപ്പോയെന്നാണ്. അവരും അവരുടെ കുടുംബമൊക്കെ എങ്ങനെ ജീവിക്കുന്നെന്നാവും. ദേ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. എങ്ങനെ ഇതിന്റെ അകത്തേക്ക് കയറുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രായമുള്ളവരും ഗർഭിണികളും കുട്ടികളൊക്കെ വരുന്ന സ്ഥലമാണ്. എന്തൊരവസ്ഥയല്ലേ! ആ പുണ്യാളന് പോലും രക്ഷയില്ല. ഒരു കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഈ വഴി കൂടെ പോകാനാണല്ലോ ഇപ്പൊ ടോൾ കൊടുത്തോണ്ടിരിക്കുന്നതെന്ന്. എന്നും എന്നെ പോലെ 2 വീലറിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതുവഴി പോകുന്നത്. മഴയും കൂടി പെയ്താ പറയണ്ട. നല്ലൊരു ഡ്രസ്സ് ഇടാനോ വൃത്തിയുള്ള ഒരു ചെരുപ്പിടാനോ പോലും പറ്റാത്ത അവസ്ഥ. എന്തിനു പറയുന്നു, ഈ വഴിയിലൂടെ വരുന്നത് ഓർത്തിട്ട് എന്റെ സ്വന്തം വീട്ടുകാർ പോലും എന്നെ കാണാൻ വരാൻ പറ്റാത്ത അവസ്ഥയിലായി. കാല് നിലത്തൂത്തിയ ചെളിയിൽ പൂണ്ടുപോകും. വേറെ വാഹനങ്ങളിൽ നിന്ന് ചെളിയും തെറിക്കും. പൊക്കത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് പെയിന്റും വെൽഡിംഗ് സ്പാർക്കും വെള്ളവും കോൺക്രീറ്റും എപ്പോ വേണേലും നമ്മുടെ മേത്ത് വീഴാം. ഈ സർക്കസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട അടുത്ത് 2 മണിക്കൂർ എടുത്താലും എത്തിയാ പറയാ എത്തിയെന്ന്. അതുപോലെ നിരവധി വിദ്യാർത്ഥികൾ ഈ ദുരിതയാത്ര ചെയ്തിട്ടാണ് കേട്ടോ സ്കൂളിലൊക്കെ എത്തുന്നത്. സമയത്ത് എത്താൻ പോലും മിക്ക കുട്ടികൾക്കും സാധിക്കുന്നില്ല. വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഒരു ആപത്തും കൂടാതെ തിരിച്ച് വീട്ടിലെത്തുന്നത്. പിന്നെ കാൽനട യാത്രക്കാരുടെ കാര്യം കട്ട ശോകമാണ്. ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നാൽ പെട്ടുപോകും. റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പൊ തന്നെ 26ഓളം പേര് ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം മരണപ്പെട്ടു. ഒത്തിരി ആക്സിഡന്റ് കേസ് വേറെ. മനുഷ്യന്റെ ജീവന് തന്നെ ആപത്തുള്ളപ്പോ പിന്നെ വണ്ടിയുടെ അവസ്ഥ പറയണ്ടല്ലോ. ഈ കഷ്ടപ്പാടും ദുരിതവും എല്ലാം നാളെ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്നോർത്ത് ആശ്വസിച്ച് ഈ ജീവിതയാത്ര തുടരുന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ.